ആറ്റ് നോറ്റ് ഞങ്ങൾ പണിത വീടാണ് കേട്ടോ. 2018 നവംബറിൽ ഞങ്ങൾ കയറി താമസിക്കുന്നതിന് മുമ്പ് പ്രളയം ഓഗസ്റ്റിൽ കയറി താമസിച്ചതാണ്. അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും ഇങ്ങനെ വെള്ളം. ആദ്യമൊക്കെ ചങ്ക് പൊട്ടിയായിരുന്നു ഇതിനെ കാണുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി ഇപ്പോൾ കുറച്ചുകൂടെ അതിനെ കാണുന്ന കാഴ്ചപ്പാടിലൊക്കെ വ്യത്യാസം വന്നു. എന്നിരുന്നാലും നമ്മുടെ ഒരു സ്പേസ് അല്ലേ അവിടെ. ഇങ്ങനെ ജോർജ് കുട്ടി പറയുന്ന പോലെ പ്രതീക്ഷിക്കാത്തൊരു അതിഥിയെ ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ പ്രയാസമാണ്. എന്നാലും ഇതിനിടയ്ക്ക് ചില കൊച്ചു സന്തോഷങ്ങളുണ്ട് കേട്ടോ. ഇത് വത്സമാമയുടെ വാട്ടുകപ്പയും ഉണക്കമീനും. അത് കഴിച്ച് റോഡിൽ കൂടെ നടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നാളുകളായി മനുഷ്യർ നടന്നു പോകാത്ത പഴയ വഴികളൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ വണ്ടി കൊണ്ടിട്ട സ്ഥലത്തേക്ക് നടക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കല്യാണ വിളിയാണ് അത്. അങ്ങനെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ വലിയ വിലപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാവുക. ആഹാ നോക്കാം, മണി പ്ലാന്റ് ഒക്കെ വെറുതെ ഇങ്ങനെ സുന്ദരമായി കയ്യാലമേ നിൽക്കുന്നുണ്ടോ. അങ്ങനെ ആ വഴിയൊക്കെ ഇങ്ങനെ നടന്ന് കയ്യാല വഴിയൊക്കെ കയറി ഞങ്ങൾ നടന്നതാ എത്തിയെടുത്തും വെള്ളം കയറാൻ തുടങ്ങി. ഇതിലിരട്ടിയായി ബാധിക്കപ്പെട്ട ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. നിരന്തരമായി നമ്മൾ ബാധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പോളിസ് ബക്കിൻ്റെ ദി ബിഗ് വേവിലെ വാചകങ്ങൾ ഓർമ്മ വന്നു. The capacity of human beings to rebuild and find joy in being alive is indestructible എന്ന്. അതെ, we should believe that we are indestructible. ഇത്തവണത്തെ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ സാധാരണക്കാരെ മാത്രമല്ല സെലിബ്രിറ്റികളെയും എല്ലാം മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ ബാധിച്ചിരിക്കുകയാണ്. പ്രായഭേദമന്യേ മതഭേദമന്യേ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ മഴയുടെ കെടുതിയിൽ വലഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ്. മനുഷ്യരും മൃഗങ്ങളും എല്ലാവരും സത്യത്തിൽ വീട്ടിൽ വെള്ളം കയറിയും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുമൊക്കെ നിരവധി പേരാണ് ഉള്ളത്. ആശിച്ച് പണിത ആറ്റുനൂറ്റ് ആഗ്രഹിച്ച് പണിത വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നൊരവസ്ഥ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടു. പലർക്കും അവരുടെ വീടുകൾ നഷ്ടമായതും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സിനിമാ താരം പ്രശാന്ത് അലക്സാണ്ടറിന്റെ ദുരവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. കനത്ത മഴ സൃഷ്ടിച്ച വെള്ളപ്പൊക്കം വീണ്ടും തന്നെ വീടിനെ ബാധിച്ചതിന്റെ സങ്കടമാണ് നടൻ പ്രശാന്ത് അലക്സാണ്ടർ പങ്കുവെക്കുന്നത്. തൽക്കാലത്തേക്ക് വീട് ഉപേക്ഷിച്ച് ഫ്ളാറ്റിലേക്ക് ഇവർക്ക് താമസം മാറേണ്ടി വന്നിരിക്കുകയാണ്. വീട്ടിൽ വെള്ളം കയറിയതിന്റെ വീഡിയോ പ്രശാന്തിന്റെ ഭാര്യ ഷീബ പ്രശാന്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. 2018 വീട് നിർമ്മിച്ച ശേഷം ഇത് 3-ാം തവണയാണ് പ്രളയജലം ഇവരുടെ വീട്ടിൽ കയറുന്നത്. മഴക്കാലത്ത് ആവർത്തിക്കുന്ന ഈ ദുരന്തം കാരണമാണ് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ വലിയ ആഗ്രഹത്തോടെ പണിതുയർത്തിയ വീട് വിട്ട് പ്രശാന്തും കുടുംബവും ഫ്ളാറ്റിലേക്ക് മാറിയത്. ഇത് ഒരാളുടെ മാത്രം ദുരവസ്ഥയല്ല, പലരുടെയും അവസ്ഥയാണ്. ഒരാൾ മാത്രമല്ല ഇത്തവണ മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടുന്നത്. താഴ്ന്ന പ്രദേശത്തും വയലോരങ്ങളിലുമൊക്കെ താമസിക്കുന്ന പല വീടുകളും പ്രളയ ഭീഷണി പോലെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. പല വീടുകളിലും വെള്ളം കയറി. ഇതുപോലെ തന്നെ വെള്ളം കയറിയ സമയത്ത് പ്രളയത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ സലിം കുമാറിന്റെ ലാഫിംഗ് വില്ല ഒരുപാട് പേർക്ക് സൗകര്യമായതും തുണയായതും നമ്മൾ അറിഞ്ഞിരുന്നു. ഒരുപാട് പേരാണ് ഇത്തരത്തിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ, അതായത് തിരുവനന്തപുരത്ത് തന്നെയാണെങ്കിലും മറ്റു ജില്ലകളിലാണെങ്കിലും പല സ്ഥലങ്ങളിലും ഫ്ളാറ്റുകൾ കുത്തിപ്പൊക്കുന്നതിൻ്റെയൊക്കെ പരിണിത ഫലം എന്ന പോലെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളം കയറുന്നുണ്ട്. വയലുകളും വയലോരങ്ങളും ഒക്കെ നികത്തി വീടുകളും ഫ്ളാറ്റുകളും ഒക്കെ പണിതുയർത്തുമ്പോൾ വെള്ളം പോകാൻ ഇടമില്ലാത്ത ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ കൃത്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങളോ വിദേശ രാജ്യങ്ങളിലെ പോലുള്ള സ്പോഞ്ചിങ് സംവിധാനങ്ങളോ ഒന്നും നമ്മുടെ ഈ കേരളത്തിൽ സൗകര്യപ്രദമല്ല, അല്ലെങ്കിൽ ഒന്നും പ്രാക്ടിക്കൽ അല്ലാത്തത് തന്നെയാണ് ഇതിന്റെ പ്രധാന റീസൺ എന്ന് വേണമെങ്കിൽ പറയാം.